അങ്ങനെ വാഗമണിൽ വെച്ച് എന്റെ കയ്യിലുണ്ടായ ലൈസൻസ് കാണും. കഠിനമായ സെർച്ചിങ്ങിനിടെ ലൈസൻസും കൊണ്ട് രക്ഷകനായിട്ട് ഇവൻ വന്നു. ഇതിനിടയിൽ ബീച്ചിലൊക്കെ സായിപ്പന്മാർ കിടക്കുന്നുണ്ട്, ഒരു പുള്ളി വെയിലും കൊണ്ട് കിടക്കാറ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തങ്ങൾപ്പാറ കയറാൻ വേണ്ടി പോയി. അതാണ് തങ്ങൾപ്പാറ. ഇവിടെ വന്നിട്ട് കാറ്റ് കാരണം മുടിയൊന്നും ഒതുങ്ങിയിരിക്കണം. ഒരു പാറ കണ്ടപ്പോ തന്നെ അതിന്റെ മേള് വലിഞ്ഞേറി കുത്തിരിപ്പ് തുടങ്ങി. അവനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാനിതൊക്കെ കണ്ട വലിഞ്ഞേറി വ്യൂ ഒക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പാറയുടെ മേളിൽ ഇവൻ സമാധിയായിട്ടിരിക്കുക. ഇനി ഞങ്ങൾക്ക് തങ്ങൾപ്പാറ ടോപ്പിൽ കയറാം. അങ്ങനെ ഇതിന്റെ ടോപ്പിലോട്ട് അതിസാഹസികമായിട്ട് ഞങ്ങൾ വലിഞ്ഞേറി. അങ്ങനെ കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായത് ഞങ്ങൾ ഇത്രയും ദൂരം കയറി വന്നത്. കുറച്ച് കഴിഞ്ഞ് മഴയുടെ ലക്ഷണം കാരണം എല്ലാവരും വന്ന പോലെ തിരിച്ചു പോകാറ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു കടയിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തു. വായിൽ വെക്കാൻ കൊള്ളാവുന്ന നല്ല ബിരിയാണി ആയ മതിയായിരുന്നു പറഞ്ഞാൽ ഓർഡർ ചെയ്തു. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല കിടിലം ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ ഇവൻ ഇപ്പൊ രാട്ടെന്നും പറഞ്ഞു പോയി. ഇനി ഇവിടെ വെച്ചും ഗൂഗിൾ പേ വർക്ക് ആയില്ലെങ്കിൽ ഇതേപോലെ പാത്രം കഴിക്കേണ്ടി വരും. അങ്ങനെ കടയിലെ പൈസ ഒക്കെ കൊടുത്തു തീർത്ത് ഞങ്ങൾ നേരെ പൈൻ വാലിയിലോട്ട്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റൂല, ടിക്കറ്റ് ചാർജ്. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാം കാണാം. പൈസ കൊടുത്ത് ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറി ഒന്നും. പിന്നെ ഒരു ഗ്ലാസ് പൈനാപ്പിൾ ഉണ്ട്, അത് അങ്ങോട്ട് വാങ്ങി. കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ പേ വർക്ക് ആയില്ലെങ്കിൽ ഇനി എന്തായാലും മൂഞ്ചു. അങ്ങനെ അത് വർക്കായതിന് സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് പല ഐറ്റംസ് ട്രൈ ചെയ്തു. അതിന്റെ അപ്പുറത്ത് നിവന്മാരും അതാമപ്പൂടെയും വാങ്ങി. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്ത്യയിൽ തന്നെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിലായിട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴറിയാം ഇടിമിന്നൽ കാരണം ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ചെയ്തു. ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ സങ്കടം മാറാൻ ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലോട്ട് പോയി. അവിടെ എത്താറായതിന് സന്തോഷമാണ്. അങ്ങനെ റോക്കിനെ കൊണ്ട് വലിയ കയറ്റമൊക്കെ കയറി ഇല്ലിക്കൽ കല്ല് ഇവിടെ എത്തിയപ്പോഴറിയാം ഇടിമിന്നൽ കാരണം ഇതും ക്ലോസ് ചെയ്തു. ഇതിപ്പോ ഹലാക്കിന്റെ ഔലും കഞ്ഞി. എന്നാ പിന്നെ ചായ കുടിക്കാൻ പോയപ്പോ ഇവിടെ ചായ ഇല്ല. അങ്ങനെ ചായക്ക് പകരം സംഭാരം കുടിച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കോട വനന്റെ അടുക്ക് അവന്റെ ചങ്കനെ യാദർശികമായിട്ട് ഇവിടെ വെച്ച് അവന്റെ കൂടെ അവന്റെ ഫുൾ ഫാമിലി ഉണ്ടായി. അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മാത്രമല്ല ഇവരും മുഞ്ചി. പിന്നെ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന അവിടെ നിന്ന് കോണ വഴിക്ക് വീട്ടിൽ പെട്ടെന്ന് എത്താൻ ഈ ട്രാക്ക് വെച്ച വീട്ടിലേക്കല്ല മേളിലേക്ക് പെട്ടെന്ന്. അപ്പൊ ഇന്നത്രയുള്ളൂ. ഓക്കെ ബൈ.